എൻക്ലക്സ് സാറിൻ്റെ ഒരു പുതിയ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പീഡിയാട്രിക്സിൽ നിന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് എൻക്ലക്സ് സാറിന് മാത്രമല്ല മറ്റെല്ലാ നഴ്സിംഗ് എക്സാംസിനും ചോദ്യം കിട്ടാൻ സാധ്യതയുള്ളൊരു നല്ല ടോപ്പിക്ക് തന്നെയാണ്. നെഫ്രോബ്ലാസ്റ്റോമ അല്ലെങ്കിൽ വിംസ് ട്യൂമർ അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ നഴ്സ് ഈസ് അസസിങ് എ പേഷ്യൻറ്റ് ഡയഗ്നോസ്ഡ് വിത്ത് സ്റ്റേജ് 4 നെഫ്രോബ്ലാസ്റ്റോമ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ഷൻ ഷുഡ് ദി നഴ്സ് നോട്ട് പെർഫോം ഇൻ ദിസ് പേഷ്യൻറ്റ്? Checking capillary refill, auscultating heart sounds, abdominal palpation, assessing urine color. അല്ലേ? അപ്പോൾ ഇതിൽ ചോദ്യം ഇതാണ്, സ്റ്റേജ് 4 നെഫ്രോബ്ലാസ്റ്റോമയുള്ള പേഷ്യൻ്റാണ്. അപ്പോൾ അവരിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണെന്നാണ് ചോദ്യം. അല്ലേ? ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ നോട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ആൻസർ തന്നെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചോണം. ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത അല്ലേ, കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്നുള്ള ചോദ്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അല്ലേ? അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് എപ്പോഴും പറയുന്ന പോലെ നാഡീദേഹം, വിംസ് ട്യൂമർ അല്ലെങ്കിൽ നെഫ്രോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞാൽ സാധാരണയായി മുതിർന്നവരിൽ ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ കൂടുതലും ഇത് കുട്ടികളിലുണ്ടാകുന്ന കുട്ടികളുടെ കിഡ്നിക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാൻസർ ആണെന്ന് തന്നെ പറയാം. ഓക്കെ, ട്യൂമറാണിത്. ആ ട്യൂമർ മാലിഗ്നൻറ്റ് ട്യൂമറാണ്, ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമറാണ്, അങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, യൂഷ്വലി ഇതിൻ്റെ ഒരു ഓൺസെറ്റ് എന്ന് പറയുന്നത് 3 to 5 years, ഇതിൻ്റെ ഇടയ്ക്കുള്ള കുട്ടികളെയാണ് മെയിനായിട്ട് ഇത് ബാധിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കിഡ്നിയുടെ ക്യാൻസറാണ്. ഓക്കെ, ഇനി ചില സിംറ്റംസ് അതുമൊക്കെ ബന്ധപ്പെട്ടും ചോദ്യം കിട്ടിയേക്കാം, അതുകൊണ്ട് പറയാം. അബ്ഡോമിനൽ മാസ്, ഈ അബ്ഡോമിനൽ മാസ് സ്വാഭാവികമായിട്ടും കിഡ്നിയുടെ ക്യാൻസർ ആണല്ലോ. അത് കുറച്ച് ലോക്കലൈസ്ഡ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും, മിഡ് ലൈൻ ക്രോസ് ചെയ്തൊന്നും പോകാറില്ല, ലോക്കലൈസ്ഡ് ആയിട്ടുണ്ടാവും. എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, സാധാരണഗതിയിൽ നോൺ ടെൻഡർ ആയിട്ട് അല്ലെങ്കിൽ പെയിൻലെസ് ആയിട്ടുള്ള ഫേം ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും ഈ അബ്ഡോമിനൽ മാസിലുണ്ടാകുന്നത്. ഓക്കെ, അതൊന്ന് കണക്ട് ചെയ്തിട്ടേക്കുക, അത് ചോദ്യം കിട്ടാവുന്നതാണ്. അതിലുപരി ചോദ്യം കിട്ടാവുന്ന അടുത്തൊരു പോയിന്റ് ഇമ്പോർട്ടൻ്റ്, നമുക്കറിയാം സാധാരണയായിട്ട് കുട്ടികളിലങ്ങനെ BP ഒന്നും കൂടാൻ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പം ഇവർക്ക് ഹൈപ്പർ ടെൻഷൻ, ഇതുണ്ടായ ഒരു കുട്ടിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ക്യാൻസർ, കിഡ്നിയുടെ ക്യാൻസർ കണ്ടമാനം റെനിൻ സെക്രീറ്റ് ചെയ്യാനുള്ള സാധ്യത ഇവിടെ ഉണ്ടാകുന്നു. നമുക്കറിയാം റെനിൻ ഓവറായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലേ, അത് ഈ പറഞ്ഞ പോലെ ആൾഡോസ്റ്റിറോണിനെയൊക്കെ ഇറക്കാനുള്ള സാധ്യതയുണ്ട്. വേറെ മെക്കാനിസം ഉണ്ട്, റാസം നമ്മളിങ്ങനെ സിമ്പിളായിട്ട് പറയും. ഇതിൻ്റെ ഫലമായിട്ട് വാസോ കൺസ്ട്രിക്ഷനും വാട്ടറും സോഡിയവും ഒക്കെ റീറ്റെയിൻ ചെയ്യപ്പെട്ടിട്ട് BP കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം കുട്ടികളിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും, അത് നോട്ട് ചെയ്തുകൊള്ളുക. പിന്നെ ഹെമച്ചൂറിയ, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഹെമച്ചൂറിയാണ് കോമൺ ആയിട്ട് ഉണ്ടാകുന്നത്. ചില കേസുകളിൽ ഗ്രോസ് ഹെമച്ചൂറിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യൂറിനിൽ ബ്ലഡിൻ്റെ പ്രസൻസ് ഒക്കെ മോണിറ്റർ ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫീവർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അനീമിയ ഉണ്ടാകാം. അനീമിയ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ബ്ലഡ് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇങ്ങനെ ഹൈപ്പർ ടെൻഷനൊക്കെ പ്രൊളോങ്ഡ് ആയിട്ട് അങ്ങനെ അല്ലെങ്കിൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് BP ഒക്കെ കൂടി നിന്ന് കഴിയുമ്പോഴത്തേക്കും അത് ഹാർട്ടിനെയൊക്കെ ബാധിക്കും. അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് കാർഡിയോമയോപ്പതി, ഹാർട്ട് ഫെയില്യൂറും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ടോണം. അത് ബന്ധപ്പെട്ട പോയിൻറ്റ്സാണ്. ഇനി ഞാൻ നമ്മുടെ ഇതുമായിട്ട് കണക്ട് ചെയ്യുക. ഇത് സ്റ്റേജ് 4 നെഫ്രോബ്ലാസ്റ്റോമയാണ്, 4th സ്റ്റേജിലോട്ടെത്തി. അപ്പോൾ ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം, അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ഡോമിനൽ പാൽപേഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ആ പോയിൻ്റും കൂടെ കൃത്യമായിട്ട് നമുക്ക് കിട്ടണം. നെഫ്രോബ്ലാസ്റ്റോമ അല്ലെങ്കിൽ കിഡ്നിക്ക് ഈ ഒരു ട്യൂമറുള്ള പേഷ്യൻറ്റ് വിഗറസായിട്ട് അബ്ഡോമിനൽ പാൽപേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാനിപ്പുലേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ട്യൂമർ റപ്ചർ ആകാനുള്ള, പൊട്ടാനുള്ള സാധ്യതയും അങ്ങനെ അത് ബ്ലീഡ് ആവാനും പെരിറ്റോണിയൽ ക്യാവിറ്റിയിലോട്ടൊക്കെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതൊരു കാരണവശാലും ചെയ്യരുത്. ഞാൻ 4th സ്റ്റേജ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ലേറ്റ് സ്റ്റേജ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു രീതി പറഞ്ഞത്, പൊട്ടിയിട്ട് ബ്ലഡൊക്കെ ഇറങ്ങാമെന്നൊക്കെ പറയുന്നത്. ഏർലി സ്റ്റേജിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കാര്യം, തുടക്ക സമയത്തും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അബ്ഡോമിനൽ പാൽപേഷൻ ഒഴിവാക്കുക. കാരണം ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ട്യൂമർ സെൽസ് മറ്റു ഭാഗങ്ങളിലോട്ട് സ്പ്രെഡ് ആകാനും മെറ്റാസ്റ്റാസിസ് ആകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ചില ലോജിക്കുകൾ കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡു നോട്ട് പാൽപേറ്റ് അബ്ഡോമൻ ഒരു സൈൻ ബോർഡ് ബെഡ് സൈഡിൽ വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഈ ചോദ്യം ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ അല്ലാതെ ഈ രീതിയിലും ചോദ്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയേക്കാം. അതുകൊണ്ട് അത് നോട്ട് ചെയ്തിട്ടുള്ളുക. ഓക്കെ, പിന്നെന്താണ്, ഇത് ക്യാൻസറാണ്, അതുകൊണ്ട് തന്നെ മെയിനായിട്ട് കീമോതെറാപ്പിയും സർജറിയൊക്കെയാണ് ഓപ്ഷൻസായിട്ട് പറയുന്നത്.
ബാക്കിയുള്ള കാപ്പിലറി റീഫില്ല് ചെക്ക് ചെയ്യുന്നത് അല്ലേ, പെർഫ്യൂഷൻ നോക്കാൻ വേണ്ടിയിട്ട് നല്ല കാര്യം തന്നെയാണ്, ചെയ്യുന്നതിനോടൊരു തടസ്സവും ഇല്ല. അതുപോലെ തന്നെ ഹാർട്ട് സൗണ്ട്, ഓപ്ഷൻ ബി ഓസ്കൾട്ടേറ്റിംഗ് ഹാർട്ട് സൗണ്ട് നോക്കുന്നത് പ്രത്യേകിച്ച് S3 സാധ്യതയൊക്കെ, കാരണം S3 പോലുള്ള ഹാർട്ട് സൗണ്ടൊക്കെ അല്ലേ വരികയാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് ഫെയിലുവറിൻ്റെ ഒക്കെ ഉള്ള സാധ്യത ഈ പേഷ്യൻ്റിന് ഉള്ളത് കൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. നോക്കുന്നത് നല്ലതാണത്, അതൊരിക്കലും നോട്ട് പെർഫോം ഇൻ ദിസ് പേഷ്യൻറ്റിൽ കയറ്റേണ്ട കാര്യമല്ല. അസസിങ് യൂറിൻ കളർ, എമച്ചൂറിയയ്ക്ക് പ്രത്യേകിച്ച് ഒരു സിഗ്നിഫിക്കൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത് അവിടെ വെക്കേണ്ടതാണ്, ഓപ്ഷൻ കളയേണ്ട കാര്യമില്ല. സോ റൈറ്റ് ആൻസർ, ഇവർക്ക് അബ്ഡോമിനൽ പാൽപേഷൻ ചെയ്യാൻ പാടില്ല. സോ റൈറ്റ് ആൻസർ സി. DHA, ഹാദ്, MOH, പ്രോമെട്രിക്ക്, ഈ പറഞ്ഞ ENGLEX-RN, NHRA, പിന്നെ ഗവൺമെൻറ് എക്സാംസ് DME, എയിംസ് പോലെയുള്ള നഴ്സിംഗ് ട്യൂട്ടർ പോലെയുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസ്സസ്, ക്രാഷ് കോഴ്സ്, അതിനകത്ത് 60 ഹവേഴ്സിൻ്റെ ക്രാഷ് കോഴ്സ്, 5 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ്, ഇതൊക്കെ അവൈലബിൾ ആണ്. ഇതിനകത്ത് നമ്മുടെ ക്ലാസ്സുകൾ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള തിയറി ക്ലാസ്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, റിലവൻ്റ് ആയിട്ടുള്ള നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുള്ള ഡിസ്കഷൻ ക്ലാസ്സസ്, പിന്നെ അതുപോലെ തന്നെ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ ബാങ്കായിട്ട് ടെസ്റ്റ് സീരീസ് ഫോമിൽ ഓരോ 100 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചെയ്യുമ്പം നിങ്ങൾക്കതിൻ്റെ സ്കോറൊക്കെ അറിയാവുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പാക്കേജുകളായിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നത്. നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലുമായിട്ടാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം.